ഇന്നത്തെ ടോപ്പിക്ക് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് ആണ്. നമുക്ക് ഡിഫ്യൂഷനും ഓസ്മോസിസും 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഡിഫ്യൂഷൻ ആണ്. വാട്ട് ഈസ് ഡിഫ്യൂഷൻ? മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. അതായത് മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നോ എനർജി റിക്വയർഡ്. ഡിഫ്യൂഷന് എനർജിയുടെ ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ് എ പാസീവ് പ്രോസസ്. പാസീവ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ എന്തിൻ്റെ ആവശ്യം വരുന്നില്ല? എനർജിയുടെ ആവശ്യം വരുന്നില്ല. ഒക്കേഴ്സ് വിത്തൗട്ട് എ മെംബ്രെയിൻ. അതുപോലെ ഡിഫ്യൂഷൻ എന്തിൻ്റെ ആവശ്യമില്ല? മെംബ്രെയിൻ്റെ ആവശ്യവുമില്ല. മെംബ്രെയിൻ്റെ ആവശ്യം വരാത്തത് എന്താണ്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷനിലേക്ക് ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിഫ്യൂഷന് എന്തിൻ്റെ ആവശ്യകതയില്ല? മെംബ്രെയിൻ്റെ ആവശ്യമില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫ്യൂം സ്മെൽ സ്പ്രെഡിങ്. അതായത് നമ്മൾ പെർഫ്യൂം സ്പ്രേ ചെയ്താൽ എല്ലാ ഭാഗത്തേക്കും പടരത്തില്ലേ? അത് ഡിഫ്യൂഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഡിഫ്യൂഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ ഓസ്മോസിസ് ആണ്. ഓസ്മോസിസിലോട്ട് വരുമ്പോൾ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഓസ്മോസിസിൽ എന്താണ്? വാട്ടർ മോളിക്യൂൾസ് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ ഫ്രം ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ടു ലോ വാട്ടർ കോൺസെൻട്രേഷൻ. അതായത് വാട്ടർ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ വാട്ടർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ. റിക്വോ സെമി പെർമബിൾ മെമ്പറൈൻ. ഓസ്മോസിസിൽ സെമി പെർമബിൾ മെമ്പറൈൻ്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഓസ്മോസിസിൽ സെമി പെർമബിൾ മെമ്പറൈൻ വേണ്ടി വരുന്നത്? കാരണം ഈ ഓസ്മോസിസിൽ വാട്ടർ മോളിക്യൂൾസ് മാത്രമാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇങ്ങനെ സെലക്റ്റീവായിട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? സെമി പെർമബിൾ മെമ്പറൈൻ വേണം. ഓസ്മോസിസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാമെങ്കിൽ പ്ലാന്റ് സെൽ സ്വെല്ലിംഗ് ഇൻ വാട്ടർ. അതായത് പ്ലാന്റ് സെല്ല് നമ്മൾ വാട്ടറിൽ ഇട്ട് വെച്ചാൽ അത് സ്വെൽ ആകത്തില്ലേ? അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഓസ്മോസിസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഓസ്മോസിസ് ക്ലിയർ ആണ്. ഓസ്മോസിസ് എവിടെയാണ് നടക്കുന്നത്? വാട്ടർ മോളിക്യൂൾസിലാണ് നടക്കുന്നത്. ഇവിടെ സെമി പെർമബിൾ മെമ്പറൈൻ വേണം. അതുപോലെ തന്നെ എന്താണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പ്ലാന്റ് സെൽ സ്വെല്ലിംഗ് ഇൻ വാട്ടർ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഓസ്മോസിസും ഡിഫ്യൂഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ നടക്കുന്നത് എനി മോളിക്യൂൾസ് മൂവ് ആണ്. ഏത് മോളിക്യൂൾസിലും ഡിഫ്യൂഷൻ നടക്കും. എന്നാൽ ഓസ്മോസിസ് എന്ന് പറയുന്നത് ഓൺലി വാട്ടർ മോളിക്യൂൾസിലാണ്. വാട്ടർ മോളിക്യൂൾസിൽ മാത്രം നടക്കുന്നതാണ് ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഡിഫ്യൂഷനിൽ മെംബ്രെയിൻ നോട്ട് റിക്വയർ. അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? മെംബ്രെയിൻ വേണ്ട. എന്തുകൊണ്ടായിരിക്കും മെംബ്രെയിൻ വേണ്ടാത്തത്? അവിടെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഡിഫ്യൂഷനിൽ എന്ത് വേണ്ട? മെംബ്രെയിൻ വേണ്ട. ഓസ്മോസിസിൽ മെംബ്രെയിൻ വേണം. എന്തുകൊണ്ടാണ്? അവിടെ വാട്ടർ മോളിക്യൂൾസ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സെലക്റ്റീവായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തിൻ്റെ ആവശ്യമുണ്ട്? മെംബ്രെയിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഡിഫ്യൂഷനും ഓസ്മോസിസും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ബയോളജി റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.